18-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഭാഗത്ത് ഈ ദിവ്യമായ പുരാണം കേൾക്കുന്നതിൻ്റെ ഫലത്തെക്കുറിച്ചും അത് ഭക്തൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റത്തെക്കുറിച്ചും സൂതൻ വ്യക്തമാക്കുന്നു. 18-ാം ശ്ലോകം ശ്രവണഫലം. പുരാണ പാരായണം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. ശ്ലോകം: കൃഷ്ണഭക്തിപ്രദം ശശ്വത സുഗതം മോക്ഷദം ശുഭം ശോകദുഃഖഹരം സാരം പുരാണം ച ന സംശയഃ. പദാനുപദ അർത്ഥം: കൃഷ്ണഭക്തിപ്രദം, ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയെ പ്രദാനം ചെയ്യുന്നത്, അതായത് നൽകുന്നത്. ശശ്വത്, എപ്പോഴും നിരന്തരമായി. സുഗതം, സുഖത്തെ നൽകുന്നത്, അതായത് ആത്മീയ സുഖത്തെ നൽകുന്നത്. മോക്ഷദം, മോക്ഷത്തെ അഥവാ മുക്തിയെ നൽകുന്നത്. ശുഭമ, മംഗളകരമായത്. ശോകദുഃഖഹരം, ശോകത്തെയും ദുഃഖത്തെയും ഹരിക്കുന്നത് അഥവാ ഇല്ലാതാക്കുന്നത്. സാരം, സത്തായ കാര്യം, എല്ലാറ്റിൻ്റെയും അന്തസത്ത. പുരാണം, ഈ പുരാണം. ന സംശയഃ, യാതൊരു സംശയവുമില്ല. ഈ ശ്ലോകത്തിൻ്റെ സാരം: ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയെ പ്രദാനം ചെയ്യുന്നതും എപ്പോഴും ആത്മീയ സുഖവും മോക്ഷവും നൽകുന്നതും സകല ശോകദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതുമായ ഈ മംഗളകരമായ പുരാണം സകല വിജ്ഞാനങ്ങളുടെയും സാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പുരാണ പഠനത്തിൻ്റെ 4 പ്രധാന ലക്ഷ്യങ്ങളെ, അതായത് പുരുഷാർത്ഥങ്ങളെ പോലെ അവതരിപ്പിക്കുന്നു. ഭക്തി, അറിവ് കൊണ്ടു മാത്രം ഈശ്വരനെ അറിയാൻ കഴിയില്ല. സ്നേഹത്തിൽ പൊതിഞ്ഞ അറിവിനെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. ഈ പുരാണം കൃഷ്ണനോടുള്ള ആ ഗാഢമായ അനുരാഗം വളർത്തുന്നു. സുഖവും ശാന്തിയും. ഭൗതികമായ സുഖങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ ഈ പുരാണം നൽകുന്നത് സുഗതം, അത് ആന്തരികമായ ശാന്തിയാണ്. ദുഃഖനിവൃത്തി. മനുഷ്യജീവിതം ശോകവും ദുഃഖവും നിറഞ്ഞതാണ്. എന്നാൽ ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ മനസ്സ് ഭൗതിക തലത്തിൽ നിന്ന് ഉയരുകയും ദുഃഖങ്ങൾ അപ്രസക്തമാവുകയും ചെയ്യുന്നു. സാരം, എസൻസ്. കടലിൽ നിന്ന് ഉപ്പും പാലിൽ നിന്ന് വെണ്ണയും എടുക്കുന്നത് പോലെ സകല ശാസ്ത്രങ്ങളുടെയും സത്തായ ഭക്തിയെയാണ് ഈ പുരാണം നമുക്ക് നൽകുന്നത്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ ന സംശയഃ എന്ന് സൂതൻ ഇവിടെ ഊന്നി പറയുന്നു. വിശ്വാസമാണ് ആത്മീയതയുടെ അടിത്തറ. സംശയാലുവായ മനസ്സിന് അറിവ് ഗ്രഹിക്കാൻ കഴിയില്ല. ഈ പുരാണം നിന്റെ കൈപ്പിടിക്കുന്നത് കൃഷ്ണഭക്തിയിലേക്കാണ്. ആ ഭക്തി നിന്റെ ജീവിതത്തിലെ ഓരോ ശോകങ്ങളെയും മായ്ച്ചു കളയുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. ഇതോടെ ബ്രഹ്മഖണ്ഡത്തിലെ ആദ്യ അധ്യായത്തിൻ്റെ പ്രാരംഭ ശ്ലോകങ്ങളും സൃഷ്ടിയുടെ പശ്ചാത്തലവും നാം പഠിച്ചു കഴിഞ്ഞു. ഇനി 19-ാം ശ്ലോകത്തിൽ ഈ പുരാണത്തിലെ ഖണ്ഡങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.